ഇത്രയൊന്ന് വൃത്തിയാക്കിയിട്ട് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കരിയില പോകാൻ ഭയങ്കര പാടാണ്. തൂത്താലും പോകത്തില്ല. അവിടെ വല്ലതും ഒന്ന് വൃത്തിയാക്കി ഇട്ടു. ഇനി ഇന്നത്തെ മഴയ്ക്ക് വീണ്ടും ഇന്ന് നമ്മൾ തൂത്തൻ്റെ ടവിളിരട്ടി കരിയില വീഴും. ഇവിടെ ഇത് കണ്ടില്ലേ, മൊത്തം മരമാണ്. ഏറ്റവും കൂടുതൽ വീഴുന്നത് റബ്ബറിൻ്റെ അല്ലേ. അത് അങ്ങനെ ദൂരെ നിൽക്കുന്ന റബ്ബറിലെ വരെ കാറ്റത്ത് ഇവിടെ കൊണ്ടിടും മൊത്തം. ഇനിയിപ്പം ഹായ് ഫ്രണ്ട്സ്, അപ്പം പൊതുവെ ഇപ്പോൾ എല്ലായിടത്തും പരക്കെ നല്ല മഴയാണെന്നുള്ള കാര്യം അറിയാമല്ലോ. ഇന്നലത്തെ മഴയുടെ കാറ്റിൻ്റെ സൈഡ് എഫക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം സംഭവം എന്തുവാണ്. ഇവിടെ ഇന്നലെ നല്ല രീതിക്ക് കാറ്റടിച്ചു. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കാറ്റടിച്ചു. അപ്പം കാറ്റിൻ്റെ ആ ഒരു മൂളലും സൗണ്ട് കേട്ടപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ പറത്തിക്കൊണ്ട് പോയെന്ന്. ശരിക്കും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയെന്ന് വിചാരിച്ചു. അമ്മാതിരി മൂളലും കാറ്റുമായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്കിവിടെ നിന്ന് കണിക്കൊന്ന ഉണ്ടല്ലോ, കണിക്കൊന്ന നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ മണ്ട ഒടിഞ്ഞ് അവിടെ കൊണ്ട് ഒടിഞ്ഞ് മറിഞ്ഞ് മൊത്തം കായ്ച്ച് നിന്ന് ഒരു കാപ്പിയുടെ മണ്ടയ്ക്ക് വീണ് കാപ്പിക്കമ്പ് ഒടിഞ്ഞു. അതങ്ങനെ അങ്ങ് പോയി കിട്ടി. ഇത് അവിടെ നിന്ന് ഒരു പ്ലാവ്, അതിൻ്റെ കമ്പ് ഒടിഞ്ഞു വീണു. അതുകൊണ്ട് ആ നിൽക്കുന്ന ചക്കയൊക്കെ നിൽപ്പുണ്ട്, അതിൻ്റെ കമ്പ് ഒടിഞ്ഞ് മറിഞ്ഞ് അങ്ങ് താഴെ വീണു. ഇവിടെ വന്നുകൊണ്ട് ഈ ഒരു പ്ലാവ്, അതിൻ്റെ കമ്പ് ഒടിഞ്ഞ് മറിഞ്ഞ് അതും താഴെ വീണു. പിന്നെ ഇവിടെ നിന്നൊരു ഓമയുടെ മരം ഉണ്ടായിരുന്നു, ഓമയ്ക്ക. അത് മൂടോടെ പിഴുത് താഴെ വീണു. എന്നിട്ട് ഈ കോഴിക്കോടിൻ്റെ മണ്ടയ്ക്കോട്ടാണ് വീണേ. എന്തായാലും ഭാഗ്യത്തിന് ഈ സൈഡ് ഷീറ്റായി വീണതുകൊണ്ടൊന്നും പറ്റിയില്ല. കോഴിയൊക്കെ സേഫായിട്ട് നിൽപ്പുണ്ട്. പിന്നെ എന്താ ഇവിടെ നിന്ന് വാഴ, മേളിലും കുറച്ച് വാഴയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. വാഴ ഇതിലെ കൊലയായത് ഫുള്ള് ഒന്നും ആയില്ല, വെറും പൊട്ടത്. എനിക്കൊന്ന് തോരൻ പോലും വെക്കാൻ പറ്റുന്ന പരിവും ആയിട്ടില്ല. അതെന്തായാലും പോയി കിട്ടി. പിന്നെ നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ മരം അതും പോയി കിട്ടി. അത് തന്നെ പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കെട്ടി വെച്ചേക്കോ കേട്ടോ. ഇതിവിടെ എനിക്കത് കണ്ടിച്ച് കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട് കിട്ടി. കാരണം ഇവിടെ വരെ അത് കീറിയിട്ടുണ്ട്. ആ ഓമ വന്ന് ഇതിലോട്ടാണ് വീണത്. അതെടുത്ത് കളയണം. തൽക്കാലത്തേന് ഞാനതങ്ങ് കെട്ടി വെച്ചതാണ്. ഈ മുളയൊക്കെ അങ്ങോട്ടങ്ങ് പോയി കാറ്റത്ത്. ഈ മുളയെല്ലാം പടിഞ്ഞാറ് വശത്തോട്ട് ഫുള്ളങ്ങ് പോയി കംപ്ലീറ്റ്. ഇപ്പം ഭീഷണി എന്ന് പറയുന്നതുകൊണ്ട് ആ നിൽക്കുന്ന തേക്കാണ് ഒരു പേടിയുള്ളത്. കാറ്റ് വരുമ്പോൾ ഈ തേക്കിൻ്റെ കമ്പൊക്കെ പടപടാന്ന് ഒടിയും. ഇതാ നിൽക്കുന്ന കമുക് കണ്ടോ, അത് ഇങ്ങോട്ട് ചാഞ്ഞ് നിന്ന കമുക്. അതുകൊണ്ട് അത് നേരെ കാറ്റടിച്ച് ആ പ്ലാവയിലോട്ട് കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നേരെ കൊണ്ടുപോയിട്ട് അത് അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതിക്ക്.